മുകേഷിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ നിലനിൽക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. രാജി ആവശ്യമില്ല എന്ന പാർട്ടി കൺവീനർ ഉൾപ്പെടെ സൂചിപ്പിക്കുമ്പോഴും മുകേഷിനെതിരായ തീരുമാനം പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതോടെ CPMന്റെ മുഖം നഷ്ടപ്പെട്ടു എന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. ഒരാളോടും പ്രത്യേക മമതയോ പ്രത്യേകമായ സംരക്ഷണമോ ഒന്നും ഗവൺമെൻറ് ചെയ്യുകയില്ല. നീതിപൂർവമായ തെറ്റുകൾക്കെതിരെ ശക്തമായ നടപടി. ആര് തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും ഉണ്ടാകും, നടപടിയും ഉണ്ടാകും. ആവശ്യപ്പെടുന്നതിലൊന്നും ആർക്കും എന്തും ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് 2 MLA-മാർ, ആ 2 MLA-മാർക്ക് നേരെ ഇതിനേക്കാളും വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3ാമതാണ് ഒരു MLA-ക്ക് നേരെ വരുന്നത്. 2 MLA-മാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികൾ നടപടി സ്വീകരിച്ചാൽ 2 MLA-മാർ രാജിവെച്ചു പോയാൽ തീർച്ചയായും 3ാമത്തെ ആളും രാജിവെക്കേണ്ടി വരും. LDF കൺവീനർ EP ജയരാജന്റെ ന്യായീകരണമാണിത്. ഇതിനിടയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. മുകേഷിനെതിരായിട്ടുള്ള തീരുമാനത്തിൽ ചർച്ച ഉണ്ടാകില്ല. കോടതിയിൽ പരിഗണനയിലുള്ള വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നാണ് സർക്കാർ പ്രതിനിധികളുടെ എല്ലാം തീരുമാനം. ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന്, പാർട്ടിയുടെ മുഖം എങ്ങനെ രക്ഷിക്കണമെന്നുള്ള തീരുമാനങ്ങളായിരിക്കും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനകീയ മുഖം വരുത്തി തീർക്കാൻ അക്ഷീണം പാർട്ടി പ്രവർത്തിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ലൈംഗിക ആരോപണ കേസും അന്വേഷണവും വരുന്നത്. മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട എന്നാണ് കൊല്ലം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് അറിയിച്ചത്. മുകേഷിനോട് നേരത്തെ ഉണ്ടായിരുന്ന അതൃപ്തി ഈ വിഷയത്തിൽ ജില്ലാ ഘടകം ശക്തമാക്കിയിട്ടുണ്ട്. മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സുതാര്യമാണെന്ന് വരുത്തി തീർത്ത് പാർട്ടിയുടെയും സർക്കാരിന്റെയും മുഖം സംരക്ഷിക്കുക മാത്രമാണ് ഇനി CPMന്റെ മുന്നിലുള്ള ലക്ഷ്യം. അതേസമയം LDF-ലെ പ്രധാന ഘടകകക്ഷിയായ CPI മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. രാജിവെക്കുക മാത്രമാണ് മുന്നണിയുടെ മുഖം രക്ഷിക്കാനുള്ള പ്രധാന മാർഗമെന്നാണ് CPI-യുടെയും വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം.